പ്രതിഷേധത്തിന് കുരുക്ക്. മന്ത്രി റിയാസ് സഞ്ചരിച്ച വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല. പരാതിയുമായി ബി. ദേശീയപാത 66-ൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ റോഡ് ഷോയിൽ മന്ത്രിയും സംഘവും സഞ്ചരിച്ച വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTOക്ക് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പരാതി നൽകി. കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വികസന പദ്ധതികളുടെ വേദിയിൽ ഇടം കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മക ഉദ്ഘാടനവും റോഡ് ഷോയും സംഘടിപ്പിച്ചത്. റോഡ് ഷോയ്ക്ക് KL 019069 നമ്പറിലുള്ള തുറന്ന ജീപ്പിലാണ് മന്ത്രിയും സംഘവും സഞ്ചരിച്ചത്. മാർച്ച് 11-ന് ഉച്ചയ്ക്ക് 11 മണി മുതൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് തുടങ്ങിയവരും ഇതേ വാഹനത്തിലാണ് സഞ്ചരിച്ചത്. മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന വെഹിക്കിൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനം ഉപയോഗിക്കുന്നത് കുറ്റകരമായ പ്രവൃത്തിയാണെന്ന് മന്ത്രി അത്തരത്തിലുള്ള വാഹനത്തിൽ യാതൊരു സുരക്ഷയുമില്ലാതെ യാത്ര ചെയ്തത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയും നിയമലംഘനവുമാണെന്ന് BJP നൽകിയ പരാതിയിൽ പറയുന്നു. നിയമലംഘനം നടത്തിയ വാഹനം ഉടൻ കസ്റ്റഡിയിൽ എടുക്കണമെന്നും ബോധപൂർവ്വം നിയമലംഘനത്തിന് നേതൃത്വം നൽകിയ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുക്കണമെന്നും പരാതിയിലുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകളിൽ വണ്ടിയുടെ ഉടമസ്ഥനായി രേഖപ്പെടുത്തിയ പാലക്കാട് സ്വദേശി CP പ്രജിത്തുമായി ബന്ധപ്പെട്ടപ്പോൾ രാമനാട്ടുകരയിലെ ഒരു സുഹൃത്തിന് വാഹനം കൈമാറിയെന്നാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. 1990-ൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് 36 വർഷം പഴക്കമുണ്ട്. ജനുവരി 28-നാണ് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി അവസാനിച്ചത്.